ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വിഷു വ്ളോഗ്. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഇരുന്ന് കാണണം. പടക്കങ്ങളില്ലാണ്ട് എന്ത് വിഷുവാ? കണിക്കൊന്നയോ? ഇപ്രാവശ്യം ഇളയച്ചനാണ് കേട്ടോ കൊന്ന പറിച്ച് വന്നേ. വിഷുവിൻ്റെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻ വീഡിയോസാണ് നമ്മൾ കാണുന്നത്. ഇപ്പം രാവിലെ തന്നെ പടക്കമൊക്കെ വാങ്ങി കൊന്നയൊക്കെ ആയി സെറ്റായിരിക്കും. വിഷുവായിട്ട് നമ്മുടെ വീട്ടിൽ നിജിയേട്ടൻ വന്നിട്ടുണ്ട്. നിജിയേട്ടൻ എന്താണ് പറയാനുള്ളത്? വിഷു ആയാൽ ഇറ്റ്സ് വെരി മാൻഡേറ്ററി ഫോർ മീ ടു പോസ്റ്റ് എ പിക്ക് ഇൻ ഇൻസ്റ്റാഗ്രാം. സോ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ വ്ളോഗ്. അപ്പോൾ അതാണ്. ബാക്കിൽ അമ്മയുണ്ട്. ഡോണ്ട് തിങ്ക് അമ്മ ടുക്ക് പിക്ക്. മൈ സിസ്റ്റർ പൊന്നു ടുക്ക് പിക്ക്. സോ ഐ വിൽ ബി ഷോയിങ് ദ പിക്സ്. ലെറ്റ് സി. എനിക്ക് ഈ സെറ്റുമുണ്ടും മാലയും വളയും കമ്മലൊക്കെ ഇടുക ഭയങ്കര ഇഷ്ടമാണ്. മോഡേൺ ഡ്രസ്സിനേക്കാൾ കുറച്ചും കൂടെ താല്പര്യം ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇപ്പോൾ വിഷുവിന് ഒരു സെറ്റുമുണ്ട് ലുക്ക് മസ്റ്റാണല്ലോ. വിഷുവിൻ്റെ തലേ ദിവസം നെയ്യപ്പം ചൂടൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. നെയ്യപ്പം ചൂടുക മാത്രമല്ല, നമ്മൾ വീട്ടിൽ വരുന്ന എല്ലാവർക്കും എന്ന് വെച്ചാൽ വിഷുവിൻ്റെ അന്ന് രാവിലെ വരുന്ന എല്ലാവർക്കും നെയ്യപ്പം കൊടുക്കുകയും ചെയ്യും. അപ്പം അമ്മ കാര്യമായിട്ട് നെയ്യപ്പം ചൂടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ തലേ ദിവസം തൊട്ടേ ചൊറിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിഷു കൈ നീട്ടമിൻ കയ്യിൽ തരുമ്പോൾ. അപ്പം അമ്മേനോട് പറഞ്ഞു ഒന്നും നോക്കണ്ട, എടുത്ത് കുഞ്ചിയിൽ അങ്ങിട്ടോളാൻ. അങ്ങനെ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള നെയ്യപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. വിഷുവിൻ്റെ തലേ ദിവസമാണ്. ഇനി അങ്ങോട്ട് പണികളുടെ മേളമാണ് നമ്മൾ കാണുന്നത്. അച്ഛാ പടം പൊട്ടിക്ക. ഐ മിസ് മൈ ബ്രദർ വെൻ ഐ സേ അബൌട്ട് പടകം, ബിക്കോസ് ഹീ ഈസ് ദ ബിഗ്ഗസ്റ്റ് പടകം ഫാൻ ഇൻ മൈ കുടുംബം. അയ്യാ അത് പൊട്ടാത്തെ അത്ര പേടിയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു ഭയം. പൊതുവേ ഞങ്ങളുടെ വിഷു ആഘോഷം എല്ലാവരും കൂടെ ഒരുമിച്ചാണെങ്കിൽ ഇപ്രാവശ്യം എല്ലാവരും അവനവൻ്റെ വീട്ടിലാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി തേങ്ങ ചിരകലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ കുറേ പച്ചക്കറി കൊണ്ടുവച്ച് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഹിന്ദുസിന് ഒരുപാട് കറികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അരിയുന്നു, ഞാൻ സംസാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ അമ്മമ്മയും അച്ഛനൊക്കെ ഇവിടെ TV കണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ അച്ഛനെ പിടിച്ച് വലിച്ച് ഡെക്കറേഷന് പോയിട്ടോ. കുറച്ച് കൊന്ന അധികം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലും സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഡെക്കറേഷൻ പരിപാടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിക്രസ് ചെയ്യണമെങ്കിൽ അച്ഛൻ ഭയങ്കര മസ്റ്റാണ്. കാരണം അച്ഛനറിയാതെ എങ്ങനെ കൊടുക്കുക കെട്ടാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അച്ഛന് മുട്ടുവേദന ആയതുകൊണ്ട് തന്നെ അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നേരെ ഏടത്തിയമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ കളർഫുള്ളായി വെറൈറ്റി ആയിട്ട് പരിപാടി ചെയ്തേനെ. പടക്കം പൊട്ടി ലാസ്റ്റ് എൻ്റെ ചെവി ഇങ്ങനെ അടയുന്നൊരവസ്ഥയിലോട്ട് എത്തിയേനെ. കാരണം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് തന്നെ ഐ വാസ് വെരി അൺഹാപ്പി ദാറ്റ് അവർ രണ്ടുപേരും ഇല്ലല്ലോ എന്നുള്ളത്. കാരണം എനിക്കറിയാം വേറെ ഒരു ഫെസ്റ്റിവൽ മിസ് ചെയ്താലും ഏട്ടൻ ഇത്ര വിഷമം ഉണ്ടാവില്ല. കാരണം പടക്കം പൊട്ടിക്കുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമം. അങ്ങനെ പിന്നെ ഉള്ളിലെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയ പുറത്തോട്ടാണ് കേട്ടോ. പുറത്ത് തന്നെ ഞങ്ങൾ ആദ്യം ചെയ്തത് തൂണിൻ്റെ മുകളിലാണ്. ഇപ്പോൾ തൂട് ചെയ്ത് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ജനവാതിലും ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ജനവാതിലിൻ്റെ മുകളിൽ കയറിയിട്ടും കുറച്ച് പരിപാടി ചെയ്തു. ഇപ്രാവശ്യം വിഷുവിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്ന അച്ചമ്മയാണ്. കാരണം എനിക്ക് ജനിച്ചത് തൊട്ടിട്ട് ഈ ഒരു ടൈം വരെ എല്ലാ വിഷുവിലും അച്ചമ്മ കൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് കൈനീട്ടം തന്ന അച്ചമ്മയാണ്. ബട്ട് ഡെത്ത് ആസ് എ പാർട്ട് ഓഫ് ലൈഫ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ആഘോഷങ്ങളൊക്കെ ഫാമിലീൻ്റെ കൂടെ അങ്ങ് അടിച്ച് പൊളിച്ചോളണം. ഏത് കൊല്ലമാണെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ. കാരണം ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ പരിപാടിയിലും ഇപ്രാവശ്യം നല്ല ആക്റ്റീവായി നിന്നിട്ടുണ്ട്. ഈ പരിപാടി കഴിഞ്ഞ് നെക്സ്റ്റ് നേരെ പോയത് കണി ഒരുക്കാനാണ്. കണി ഒരുക്കൽ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുക. ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛനും അമ്മയും അമ്മമ്മയും എല്ലാവരും ഇൻസ്ട്രക്ഷൻ പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും വെക്കുക കേട്ടോ. ഇപ്പോൾ നേരെ പോയി അവിടെ അടിച്ച് തുടച്ച് വെള്ളം കുടഞ്ഞിട്ട് കണി ഒരുക്കാൻ പോയി. ഇപ്പോൾ കണി ഒരുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ കണിയിൽ നമുക്കിവിടെ എന്തൊക്കെയാണ് വെക്കണം എന്ന് തോന്നുന്നത് അത് വെക്കുക. അങ്ങനെ കൃഷ്ണ വിഗ്രഹവും ഫോട്ടോസൊക്കെ വെച്ചു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ കിണ്ടി കൊണ്ട വെച്ചു. അതിന് ശേഷം ഉരുളി വെച്ചു. അതിൽ പിന്നെന്താ പൈനാപ്പിൾ ഉണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്, തേങ്ങയുണ്ട്, പഴമുണ്ട്, പിന്നെ അരിയുണ്ട്, നെല്ലുണ്ട്, പിന്നെ ധാന്യങ്ങളുണ്ട്, കുരുമുളകുണ്ട്, പിന്നെന്താ സെറ്റുമുണ്ടുണ്ട്, പിന്നെ വെറ്റിലയുണ്ട്, പിന്നെ പൈസയുണ്ട്, സ്വർണ്ണമുണ്ട്. അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് ക്ലോസ് ചെയ്യാം എന്നൊരു ഐഡിയ വന്നത്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ അതൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ വിളക്ക് കൊണ്ട വെച്ചു, അതിൽ തിരി വെച്ചു, വിളക്കിൻ്റെ മുകളിൽ നമ്മൾ കണിക്കൊന്ന വെച്ച് കെട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നേരെ പോയി കിടന്നുറങ്ങി. ഇനി രാവിലെ എണീച്ചിട്ട് ഈ കണി കണ്ടാൽ മതി കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഭംഗി ആ പൊലച്ച് കിണീച്ച് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ബാംഗ്ലൂരുകാരുടെ വിഷു ഒന്ന് കണ്ടു വന്നാലോ.
ഞാൻ രാവിലെ ഇവരുടെ വിഷു പകുതി എത്തിയപ്പോഴാണ് ചേച്ചീനെ വിളിച്ച് പറഞ്ഞത്, ചേച്ചി കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെക്കണേന്ന്. അപ്പോൾ പറ്റുന്ന രീതിയിൽ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്ത് അയച്ചതാണിത്. അപ്പോൾ ചേച്ചി ബേസിക്കലി നല്ല അടിപൊളി കുക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റിൽ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പം അങ്ങനെ രണ്ടാൾ മാത്രമാണെങ്കിലും എത്ര കറി അവരുണ്ടാക്കിയേ. ശരിക്കും ഇതിന് നല്ലൊരു മോട്ടിവേഷൻ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇതാ ഇവരുടെ കറി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഷുവിന് ഫുഡ് കൊണ്ട് ഏട്ടൻ എന്തായാലും സെറ്റായി എന്ന് എനിക്ക് ഉറപ്പാണ്. ചേച്ചിക്ക് പിന്നെ കുക്കിങ്ങിനോട് ഭയങ്കര ക്രേസാണേ. അങ്ങനെ എന്താ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇതാ ചോറുണ്ട്, കറിയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ എല്ലാ കറികളും വിഷുവിന് വേണ്ട എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ രണ്ടാളും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിയർ കംസ് മൈ ബ്രദർ. എന്താ അന്തസ്, ചന്ദനക്കുറിയൊക്കെ തൊട്ടങ്ങ് സെറ്റായി അങ്ങ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ നിറയെ കറിയും. അങ്ങനെ പിന്നെ ചേച്ചി ഏട്ടനും കൂടെയൊക്കെ വന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പറ്റുന്നത് പോലെ അവർ വിഷു അങ്ങ് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഫൈനലി ഒരു പായസം കൂടെ വന്നതോടുകൂടി കാര്യം അങ്ങ് സെറ്റ്. അങ്ങനെ അവരിരുന്ന് ഫുഡ് കഴിക്കട്ടെ, നമുക്കൊന്ന് പോയിട്ട് നമ്മളുടെ വ്ളോഗ് കണ്ടാലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഏട്ടനും പക്ക ഓപ്പോസിറ്റാണ് കേട്ടോ. പക്ഷേ ഏടത്തിയമ്മ എനിക്ക് സെറ്റായിട്ടുള്ള ആളാണ്. എൻ്റെ ഈ മാഞ്ഞാളക്കളികളൊന്നുമില്ല, പക്ഷേ അതിന് പറ്റിയ ആളാണ് ഏടത്തിയമ്മ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ സിസ്റ്ററാണോ എന്ന് വെച്ചാൽ ഞങ്ങളാണ് സിമിലർ എന്ന്. ഓക്കെ ഫൈൻ, ഹാപ്പി വിഷു ഗൈസ്. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോയിലോട്ട് വരികയാണ്. അങ്ങനെ ഒരു പൊലച്ച 4 മണി 3:15 ആയപ്പോൾ ഞങ്ങൾ എണീച്ച് ഞങ്ങൾ കടി കണ്ടു കേട്ടോ. ആ ഇരുടത്ത് അയ്യോ എന്തൊരു ഭംഗിയായിരുന്നു. ഞാൻ കുറച്ച് ലൈറ്റ് ഇട്ടിട്ടാണ് ഈ വീഡിയോസ് എടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ചാടി എണീച്ച് നേരെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പം ഉള്ളിൽ കത്തിച്ച് വെച്ച് വിളക്ക് നമ്മൾ കോലയിൽ കൊണ്ടുവെക്കണം. അങ്ങനെ ഞാൻ നേരെ വിളക്കെടുത്തിട്ട് കോലയിൽ കൊണ്ടുവച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ പടകം പൊട്ടിക്കാനുള്ള തത്രപ്പാടിലാണ് അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, കാരണം 3:15. പിന്നെ ഇനിയിപ്പോൾ തലേ ദിവസം കുറച്ച് പണിയൊക്കെ എടുത്തുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും പടകം പൊട്ടിച്ചു പോവാം. ഞാൻ അങ്ങനെ ഒരു പടകം പൊട്ടിക്കൽ ഫാൻ ഗേളല്ല. എനിക്ക് അതിനോട് വലിയ ക്രേസും ഇല്ല. 1-2 എണ്ണമൊക്കെ പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പൊട്ടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടും, പേടിച്ചിട്ടല്ല, പക്ഷേ ഈ ഞെട്ടൽ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ പിന്നെ നമ്മൾ ഈ പശു ഉണ്ട് നമുക്ക്, അപ്പോൾ ഗോമാതാവിന് വിളക്ക് കാണിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് അമ്മ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. അതിന് ശേഷം പിന്നെ പടകം പൊട്ടിക്കാൻ പോയി. അപ്പോൾ ചെറിയ രീതിയിൽ മാലയൊക്കെ പൊട്ടിച്ച് പിന്നെ മേലെ കുറച്ച് ചെറിയ ചെറിയ പടകങ്ങളും നമ്മളുടെ ആസ് യൂഷ്വൽ കമ്പിത്തിരി, പൂത്തിരി, പിന്നെ നെൽച്ചക്രം, ഇതൊക്കെ അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാലല്ലേ അങ്ങ് വിഷു ആവൂ. അങ്ങനെ പിന്നെ കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് നെൽച്ചക്രമൊക്കെ കത്തിച്ച് നമ്മളുടെ വിഷു ആ ഒരു പൊലച്ച സമയത്തെ പരിപാടി കഴിഞ്ഞ് നേരെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഹാപ്പി വിഷു ഗൈസ്. ചെറിയൊരു നാപ്പ് എടുത്തു. So let's see what happened on my Vishu day. Okay. So Gada Mummy is busy on cooking. എന്തെങ്കിലുമൊക്കെ ആയോ അമ്മ? ഇല്ല. പണികൾ തകൃതി മൃദുമൃതയായി നടക്കുന്നു. നടക്കുന്നു. തേങ്ങ ഞാൻ നല്ല ചിരകി വെച്ചു. പടക്കം പൊട്ടിച്ചിട്ടുള്ള മുറ്റത്തിൻ്റെ കോലം കണ്ടോ? ഇത് ഫുൾ അടിച്ച് വൃത്തിയാക്കണം. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ നല്ലോണം ആ വഴിയൊക്കെ നമുക്ക്. ഐ നോ എവറിബഡി ലവ്സ് പടകം പൊട്ടിക്കൽ, ബട്ട് യു ഡോണ്ട് നോ ദ എഫോർട്ട് ദാറ്റ് ഐ ടുക്ക് ടു അടിച്ചു വാരാൻ. ബട്ട് ഇവിടെ എൻ്റെ ഏട്ടനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിച്ചു വരേണ്ട ആവശ്യമില്ല, ബിക്കോസ് പേപ്പർ കൊണ്ട് ഈ മുറ്റം നിറഞ്ഞേനെ. സോ ഇനി ഐ ഹാവ് ലോട്ട് ഓഫ് പണി ടു ഡു. ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഐ വിൽ ചേഞ്ച് മൈ ഡ്രസ്, കുളിക്കുകയൊക്കെ ചെയ്യൂ. ഐ ഹാവ് ടു ക്ലീൻ മൈ ഹോം, കിച്ചൺ, എവറിത്തിങ്. സോ മുറ്റടിച്ച് വാരൽ എപ്പോഴും എൻ്റെ ഡ്യൂട്ടി കേട്ടോ. മുറ്റും അടിച്ച് വാരുക, അകവും അടിച്ച് വാരുക, മേലെയും താഴെയും തുടയ്ക്കുക. ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോഴേക്കും എൻ്റെ ഉള്ള എനർജിയൊക്കെ പോകും. ഫോർവേഡായിടുമ്പോൾ എന്തൊരു സ്പീഡാല്ലേ. സംഭവം നല്ല ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 1000 മാലേൻ്റെ പടകമാണ് അച്ഛൻ പൊട്ടിച്ചിട്ടുള്ളത്. ഈ മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം തീരുമാനമാവും. അങ്ങനെ പിന്നെ അടുത്ത സ്റ്റെപ്പ് അടുക്കളയിലോട്ടാണ് കേട്ടോ. കുക്കിംഗ് അല്ല, കുക്ക് ചെയ്യുന്ന അമ്മേനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ വിഷു ഏറ്റവും അമ്പലത്തിൽ പോയില്ലല്ലോ. കാരണം എനിക്ക് അമ്പലത്തിൽ പോകുകയാണെങ്കിൽ രാവിലെ പോകണം. അപ്പോൾ കുളിച്ച് നല്ല ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് പോയി തിരിച്ച് റിട്ടേൺ വരണം. പക്ഷേ ഈ വീട്ടിൽ പണി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ടി വരും. അമ്മയ്ക്ക് ഹെൽത്ത് വീക്കാകുമ്പോൾ പിന്നെ നമുക്ക് പണിയാവും. അങ്ങനെ നമ്മളുടെ അവിയൽ റെഡിയാവുന്നുണ്ട്, കൂട്ടുകറി റെഡിയാവുന്നുണ്ട്, എല്ലാം റെഡിയാവുന്നുണ്ട്. അമ്മ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, ചുറ്റും ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാനും നിൽക്കുന്നുണ്ട് കേട്ടോ.
എനിക്ക് കുക്കിങ്ങിനോടൊന്നും തീരെ ക്രേസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ സാഹചര്യ സംബന്ധം മൂലം ഞാൻ ചെയ്യുകയാണ്. ഇപ്രാവശ്യത്തെ സദ്യ വളരെ മിനിമലായിരുന്നു, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, വറുത്തുപ്പേരി, ശർക്കുപ്പേരി, പിന്നെന്താ രസം, പപ്പടം, പിന്നെ അച്ചാറ്, പുളിയിഞ്ചി. ഇറ്റ് വാസ് കണ്ടിന്യൂസ് ആയി പണിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് അമ്മമ്മ രാവിലെ എണീച്ച് കുളിച്ച് വന്നു. ഇന്ന് ദോശയായിരുന്നു. അങ്ങനെ ദോശയും സാമ്പാറും. വിഷു പരിപാടി കാണാമെന്ന് പറഞ്ഞിട്ട് ടി വി തുറന്നു ഉണ്ണി മുകുന്ദൻ്റെ പരിപാടിയും കണ്ട് ഞാനൊരു പിടുത്തം പിടിച്ച്. അതിന് ശേഷം കിൻഡൽ കണക്കിന് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ഞാൻ ആ പണിയിലോട്ടാണ് പോയത്. പാത്രം കഴുകുന്ന സമയത്ത് ഇങ്ങനെ പാട്ട് പാടി കഴുകാൻ. എനിക്ക് പാത്രം കഴുകാൻ വലിയ മടിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ മടി ഈ അടിച്ച് വാരലും തുടയ്ക്കലൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാം മടിയാണ്. പാത്രം കഴുകൽ വെള്ളത്തിൽ കളിക്കുകയായതുകൊണ്ട് ഒരു രസം. അങ്ങനെ പിന്നെ അത്യാവശ്യം പരിപാടിയൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഫൈനലി ഞാനൊന്ന് കുളിച്ച് വരാം. പണിയൊക്കെ എടുത്ത് വളരെ മെസ്സി ടയേർഡ് ലുക്കാണ്. സോ ലെറ്റ് മീ ചേഞ്ച് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ലുക്ക്. അങ്ങനെ നല്ലൊരു അത്യുഗ്രൻ കുളിയും പാസ് ചെയ്തിട്ട് ഞാൻ സെറ്റായി. അങ്ങനെ ഒന്ന് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ കറികളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പായസമാണെങ്കിൽ അമ്മ അടുപ്പിൽ തിളയ്ക്കുന്നുണ്ട്. ആ സമയം വല്യച്ഛനിവിടെ വന്നു കേട്ടോ. ഇപ്പോൾ വിഷുവിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും പോവും, എല്ലാവരും ഇങ്ങോട്ടും വരും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു, അച്ഛനും അമ്മേനെയൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മളുടെ അൻവി മോള് വന്നിരുന്നു, വൈഷ്ണവി വന്നിരുന്നു, ജയളേശൻ വന്നിരുന്നു, ആമി വന്നിരുന്നു, നിജിയേട്ടൻ വന്നിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് കുറേ സംസാരവും ചിരിയും കളിയും പാട്ടും വർത്താനമൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രസമാണ് ശരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി ഈ സമയം ഒരുമിച്ച് വീട്ടിലുണ്ടായിട്ടുള്ള ഓരോ കളികളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒന്ന് വന്നു പോയത്. അപ്പോൾ ഇങ്ങനെ ലിച്ചുമോള് വന്നു, പിന്നെ ഷിനോട്ടൻ വന്നു, പിന്നെ പാറു വന്നു, അപ്പു വന്നു. എനിക്ക് ഒരാളുടെ പേര് മിസ്സാവരുന്നു. ഞാനതങ്ങനെ ആലോചിച്ച് എല്ലാവരുടെ പേരും പറയുന്നത്. ഒരാളുടെ പേര് മിസ്സായാൽ പിന്നെ വെറുതെ എന്തിനാ, അതുകൊണ്ട്. അങ്ങനെ ദിസ് വാസ് ദി ബ്യൂട്ടിഫുൾ ടൈം. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച്. അതിനുശേഷം ഉച്ചയാകുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അറിയില്ല, ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യും, വെച്ച് കൊടുക്കും. അപ്പം അതിന് നമ്മൾ രൂപങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇല വിളമ്പിയിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ താഴേന്ന് ഫുഡ് എടുത്തുകൊണ്ട് മേലെ കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ടാസ്ക്കാണ്. ലാസ്റ്റ് അമ്മ അവിടെ ഇരുന്നു, ഞാൻ താഴെ പോയി ഒന്നെടുക്കും മേലെ കൊടുക്കും, അടുത്തെടുക്കും മേലെ കൊടുക്കും. സെപ്പറേറ്റ് പാത്രത്തിലാക്കില്ല, നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുക. അപ്പോഴേക്ക് തന്നെ എല്ലാ ആരോഗ്യം പോകും. അതിന് ശേഷം ഞങ്ങളുടെ സദ്യ ഇതാണ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിൽ ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മൂമ്മയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവരുടെ കൂടെ പോയിരുന്ന് ജോയിൻ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് വർത്താനം പറഞ്ഞ് കഥ പറഞ്ഞ് ഫുഡ് കഴിച്ചു. ആ സമയം ഞാൻ ഫോൺ കയ്യിലങ്ങ് വെച്ചിട്ടില്ല. ഫുഡ് മാത്രം പോലെയല്ലോ, ഒരു മധുരം വേണ്ടേ. അങ്ങനെ നേരെ പോയി പായസം കുടിച്ചു. അപ്പം നല്ല പേരും മഴ പെയ്തു. പിന്നൊന്നും നോക്കിയില്ല, നേരെ ഓടിപ്പോയി ഉറങ്ങി. എന്തൊരു ടേസ്റ്റായിരുന്നു പായസം. പൊതുവെ ഒരു പായസം ഫാൻ ഗേളല്ല, പക്ഷേ കുറേ കാലത്തിന് ശേഷം ആയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു നല്ലൊരു ടേസ്റ്റ്. നല്ല സേമിയ പായസമായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ കിടന്നങ്ങ് ഉറങ്ങി. മഴയും കൂടെ പെയ്തപ്പോഴേക്ക് ഒട്ടാകെ ഒരു ഇരുടും തണുപ്പും ഒക്കെ വന്നിട്ടുണ്ട്. ഫൈനലി ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ഉറങ്ങി എണീച്ചു. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി എണീച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഈ മത്ത് പിടിച്ച് നിൽക്കുക. കാരണം വിഷുവിൻ്റെ തലേ ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിൽ, കസിൻ്റെ വീട്ടിൽ, പൊന്നുൻ്റെ വീട്ടിൽ കൂടാൻ പോയി. അത് കഴിഞ്ഞ് ഇന്നലെ വിഷു 3:30 ഇടിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം. അപ്പം ഭയങ്കര ടയേർഡായിരുന്നു. ഇപ്പോൾ ഉറക്കത്തു നിന്ന് ഈ പടകം പൊട്ടുന്ന ഒച്ച കേട്ടിട്ടാണ് എണീച്ച്. അച്ഛനും കൂടെ അതാ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പൊതുവെ വിഷു എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് ആഘോഷിക്കും. ഇപ്രാവശ്യം ചില കാരണങ്ങളാൽ നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെരി മാൻഡേറ്ററി ടു ഗോ ഓൾ മൈ കസിൻസ് വീട്. സോ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നവ് ഇറ്റ്സ് 4 o'clock 10 minutes. ഇനി എന്തായാലും ഒരു 6-6:30 ഞാൻ തിരിച്ചെത്താൻ. ഇനി പോയാൽ അറിയാം രാത്രി ഈസ് ദർ ഇനി അനദർ പ്ലാനിങ് എന്നുള്ളത്. സോ ഐ എം ഗോയിങ്. ഇങ്ങനെ പോയാൽ ഫുൾ എൻ്റെ കസിൻസിൻ്റെ വീടാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ദർ. ഞാൻ ഓരോ വീടും കാണിച്ചാൽ ടോട്ടലി എനിക്ക് കവറപ്പ് ചെയ്യാൻ 1, 2, 3, 4 വീടുണ്ടായിരുന്നു കേട്ടോ. 4 വീട്ടിൽ കൂടിയും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. കുറേ പേര് നാട്ടിൽ പോകുന്നവരുണ്ട്, പിന്നെ കുറേ പേര് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു, എന്നാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ചുറ്റും ഞാൻ നടന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പണ്ട് ഈ വീട്ടിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചാൽ ഫസ്റ്റ് വീട്ടിൽ പോകും. കാരണം എല്ലാ വീട്ടിൽ നിന്നും കൈനീട്ടം കിട്ടി കളക്ട് ചെയ്യും.
ഇച്ചിരി മെച്യൂരിറ്റി വന്നതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും അങ്ങനെ പോകാനൊരു മടി. പൊതുവേ ഞാൻ രാവിലെ പോകലുണ്ട്. ഇന്ന് കുക്കിംഗ് കാര്യത്തിൽ ഞാൻ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എല്ലാ വീട്ടിലും പോയിട്ടുണ്ട് കേട്ടോ. ചേളച്ചൻ്റെ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴാണ് നമ്മുടെ പാലത്തിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ട് വേഗം ക്രോസ് ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലായിടത്തും പോയി എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് കത്തിയടിച്ചൊക്കെ ഇരുന്നു. ഇത് നമ്മുടെ മിസ്ലത്താത്തൻ്റെ മോനാണ് കേട്ടോ, ബാബു എന്നൊക്കെയാണ് ഞാനും അവനെ വിളിക്കുക. അങ്ങനെ പിള്ളേർ സെറ്റിൻ്റെ കൂടെയൊക്കെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് നമ്മളുടെ മഞ്ചേച്ചിയും വീത്തേടനെയും ഒക്കെ കൂട്ടി. വീത്തേടനൊന്നും ഈ വീഡിയോ എടുത്താൽ ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ പാലത്തിന് അവിടെ പാലം പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ റോഡ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് അത് ഫുള്ള് വീടുകളിലോട്ട് വരിക. ഇങ്ങനെ JCB വന്നിട്ട് ആ വഴി അങ്ങ് വെട്ടിക്കാളുന്നു. അതോടുകൂടി എനിക്ക് ഈ സൈഡിൽ നിന്ന് അക്കരെ സൈഡിലോട്ട് കുഞ്ഞമ്മേൻ്റെ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്ന് പിള്ളേരെ ഉറങ്ങുമായിരുന്നു, രണ്ടാമത്തത് പാലം പൊളിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വേഗം ക്രോസ് ചെയ്തില്ല, പിന്നെ വഴി കിട്ടില്ല. അങ്ങനെയൊക്കെ. സോ നൗ ഐ എം ഗോയിങ് ബാക്ക് മൈ ഹോം. വിളക്ക് എത്തിക്കണം, ഫുഡ് കഴിക്കണം, ഐ ഹാവ് ടു ടേക്ക് എ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ. വിഷു ഇസ് ഡൺ. ആൻഡ് 2025 വിഷു എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ക്യൂട്ട്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളെ വീട്ടിൽ നമ്മൾ മാത്രമായിട്ടൊരു പരിപാടി. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഫാമിലി ഉണ്ടാവും. അത് ഭയങ്കര മിസ് ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് ഏട്ടൻ റീത്തുമോൾ രണ്ടാളെ എന്തായാലും മിസ് ചെയ്യും. രണ്ടുപേരുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പവറായേനെ. സോ സ്കൂൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. മിനിമൽ ഫുഡായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെന്താ, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം. സോ ഹോപ്പ് യു ഗൈസ് വാച്ചിങ് ദിസ് വീഡിയോ എന്ന് എനിക്കറിയില്ല. ഐ ബിലീവ് യു എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. സോ ഗൈസ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വ്ളോഗ്. ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല, ഇനി ഒന്നുമില്ല. ഇനി എനിക്ക് ഈ ഫോണും തൂക്കി നടക്കാൻ വയ്യ. ഇഫ് എനിത്തിങ് ഹാപ്പൻ ഐ വിൽ ടേക്ക് എ വീഡിയോ. ആൻഡ് ഇന്ന് രാത്രി ഒരു പടക്കം പൊട്ടിക്കലോടുകൂടി ഐ ലവ് ദിസ് വീഡിയോ. സോ ഗൈസ് സ്റ്റേ ട്യൂൺ. ടാറ്റാ, ബൈ ബൈ, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ ഫൈനലി ഇതോടുകൂടി കുട്ടിക്കലാശം ആരംഭിക്കുകയാണ് ഗൈസ്. ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. 1000 എണ്ണത്തിൻ്റെ മാലയും കൂടെ ഇങ്ങനെ സടുപടുപടുപടാന്ന് പൊട്ടിച്ച പരിപാടി കഴിഞ്ഞു.